ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം ശ്രീ സീതാലക്ഷ്മണഭരതശത്രുഘ്ന ഹനുമത്സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹം എപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ കുംഭകർണ വധവും അതോടനുബന്ധിച്ച് നാരദൻ്റെ സ്തുതിയുമാണ് നമ്മൾ കേട്ടത്. ഇന്ന് 30-ാം ദിവസമായ ഇന്ന് യുദ്ധകാണ്ഡത്തിലെ അതികായ വധം, ഇന്ദ്രജിത്തിൻ്റെ വിജയം, ഔഷധാഹരണ യാത്ര, കാലനേമിയുടെ പുറപ്പാട്, ദിവ്യ ഔഷധഫലം, മേഘനാദവധം, രാവണവിലാപം, രാവണൻ്റെ ഹോമവിഘ്നം, ഇത്രയും ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാം ചെറിയ ചെറിയ ഭാഗങ്ങളാണ്. ഇന്ന് നമുക്ക് നമ്മുടെ രാമായണ മാസത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 2 ദിവസം കൂടെ കഴിഞ്ഞാൽ കർക്കിടക മാസം അവസാനിക്കില്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് അതികായ വധത്തിൽ കുംഭകർണൻ മരിച്ചു തെറിഞ്ഞ് രാക്ഷസരാജാവായ രാവണന് അത്യന്തം വ്യസനം ഉണ്ടാവുകയാണ്. നിലത്ത് വീണ് കിടന്നുരുണ്ട് കരയുകയാണ്. പലതും പറഞ്ഞ് കരയുന്ന ആ ദശഗ്രീവൻ്റെ രാവണൻ്റെ സമീപത്തേക്ക് ത്രിശിരസ്, അതികായൻ, നരാന്തകൻ, ദേവാന്തകൻ, മഹോദരൻ, മഹാപാർശ്വൻ, മത്തൻ, ഉന്മത്തൻ എന്നിങ്ങനെ ഒരുമിച്ച് ഇവരെല്ലാവരും ഒന്നിച്ച് ചെന്നിട്ട് ആശ്വാസവാക്കുകളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തിന് ദുഃഖിക്കണം, ഞങ്ങൾ ചെന്ന് ആ രാമനെയും വാനരന്മാരെയും ക്ഷണത്തിൽ ഭസ്മമാക്കിയിട്ട് വരുന്നുണ്ട്. ഞങ്ങൾക്ക് പോകാൻ അനുവാദം തന്നാലും പ്രഭോ, മേലിൽ ശത്രുക്കളെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാകാതെ ഞങ്ങൾ വേണ്ടത് ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ രാവണന് ആശ്വാസമാവുകയാണ്. രാവണൻ പറഞ്ഞു, നിങ്ങൾ പോയി യുദ്ധം ചെയ്ത് നമ്മുടെ സങ്കടത്തിന് അറുതി വരുത്തുക. നമുക്കിവിടെ നോക്കത്താത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന സൈന്യമുണ്ട്. അവരെയും കൊണ്ടുപോവുക. ആയുധങ്ങളും മറ്റു കോപ്പുകളും വേണ്ടുവോളം എടുത്തുകൊള്ളുക. എല്ലാവരും ഇത് കേട്ട് പോവുകയാണ്. ആ വെള്ളം കണക്കെ പരന്ന് കിടക്കുന്നത്, ആ സൈന്യം ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞ് കിടക്കുകയാണ്. ലങ്കയുടെ ചുറ്റും എല്ലാ ഗോപുരത്തിനു മുമ്പിലും ഇങ്ങനെ വന്ന് നിറഞ്ഞു കിടക്കുക. ആ സൈന്യത്തിന് നടുവിൽ അവർ 8 പേര് അങ്ങനെ അപാര ധൈര്യത്തോടെ ശ്രീരാമചന്ദ്രസ്വാമിയോട് ഏറ്റുമുട്ടാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അവരെ കണ്ട് വാനര സൈന്യം ശരിക്കും അല്പം പേടിച്ചോ നിൽക്കുന്നത്. കല്ലും മരങ്ങളും മലയുമായും ഒക്കെ ആക്രമിച്ചെങ്കിലും തിരിച്ചും നിശാചരന്മാരെ വാനരന്മാരെ ഒന്നൊന്നായി കൊന്നൊടുക്കാൻ തുടങ്ങി. വാനരന്മാർ അങ്ങനെ ധൈര്യസമേതം പൊരുതുന്നത് കണ്ടപ്പോൾ ഈ രാക്ഷസന്മാരും ഒട്ടും വിട്ടുകൊടുത്തില്ല. അവരും അസ്ത്രശസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി. ആനകൾ, കുതിരകൾ, രഥങ്ങൾ, കാലാൾ എല്ലാം ഒന്നൊന്നായി നശിപ്പിക്കാൻ തുടങ്ങി. രാക്ഷസന്മാരുടെ കബന്ധങ്ങൾ നൃത്തമാടുന്ന കാഴ്ച എവിടെയും കാണാം. ഭയാനകമായിരുന്നത്. ചോരപ്പുഴകളിങ്ങനെ 4 പാട് ഒഴുകിപ്പരന്നു. രാക്ഷസന്മാർ മരിച്ചു വീഴുന്നത് കണ്ട് ഈ നരാന്തകൻ കുന്തവും എടുത്ത് കുതിരപ്പുറത്ത് കയറി അങ്കദന് നേരെ ഓടിയെടുക്കുകയാണ്. അങ്കദൻ തിരിച്ചും ആക്രമിക്കുകയാണ്. അപ്പോൾ അനന്തരം ദേവാന്തകനും ആ ത്രിശിരസും മഹോദരനും കൂടെ അങ്കദൻ്റെ നേരെ ആക്രമിക്കാനായിട്ട് ഓടി വന്നു. അപ്പോൾ മാരുതിയും നീലനും അങ്കദനെ സഹായിക്കാനായിട്ട് എത്തുകയാണ്. അങ്ങനെ പൊരിഞ്ഞ യുദ്ധം നടക്കുക അവർ തമ്മിൽ. മാരുതി ദേവാന്തകനെയും നീലം മഹോദരനെയും വധിക്കുകയാണ്. പിന്നെ പാഞ്ഞു വന്ന ത്രിശിരസിൻ്റെ തലകൾ 3 തലകളുള്ളത് കൊണ്ടാണ് ത്രിശിരസ് എന്ന് പേര് വന്നത്. ആ തലകൾ ഒന്നൊന്നായിട്ട് മാരുതി തന്നെ അറുത്തു മാറ്റുന്നു. മഹാപാർശ്വൻ വന്ന് അവരോട് ഏറ്റുമുട്ടുകയും ആ ഋഷഭൻ ഈ മഹാപാർശ്വനെ വധിക്കുകയും ചെയ്യുന്നു. കൂടെ വന്ന ആ പ്രബലന്മാരായ നിശാചരന്മാർ ഒന്നൊന്നായി മരിച്ചു വീഴുന്നത് കണ്ടിട്ട് അതികായൻ ആയുധങ്ങളുമായി 1000 കുതിരകളെ പൂട്ടിയ തേരിലാണ് വരുന്നത്. അങ്ങനെ വന്ന് ഇവരോട് ഏറ്റുമുട്ടുകയാണ്. ഈ അതികായനെ കണ്ടപ്പോൾ ഇവർ പേടിച്ചോടാൻ തുടങ്ങി. വാനരന്മാർ ഇങ്ങനെ പേടിച്ചോടുന്ന സമയം ലക്ഷ്മണൻ ശീഘ്രം അങ്ങോട്ടേക്ക് വന്ന് ഇവരുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. ലക്ഷ്മണൻ അയക്കുന്ന അസ്ത്രങ്ങളെല്ലാം ഈ ശരീരത്തിൽ ഏൽക്കാതെ മടങ്ങി താഴെ വീഴുകയാണ്. ഇതെന്ത് മറിമായം, അസ്ത്രങ്ങളൊന്നും ഏൽക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചതായ നേരത്ത് വായുഭഗവാൻ മനുഷ്യരൂപത്തിൽ വന്ന് ലക്ഷ്മണനോട് പറയുകയാണ്, ലക്ഷ്മണ, ഈ അതികായൻ്റെ ദേഹത്ത് പണ്ട് ഈ ബ്രഹ്മാവ് നൽകിയ ഒരു കവചമുണ്ട്. അതുകൊണ്ടാണ് ഇവന് അസ്ത്രമേൽക്കാത്തത്. ഒരായുധവും ഇവന് ഏൽക്കുകയില്ല. ആ ധർമ്മത്തെ രക്ഷിക്കാനായി നീ ബ്രഹ്മാസ്ത്രമെയ്ത് ഇവനെ വധിച്ചാലും പിന്നീട് ഇന്ദ്രജിത്തിനെയും വധിക്കുക. രാഘവനാൽ രാവണനും വധിക്കപ്പെടും. ഇനി ഭാവിയിലെ കാര്യങ്ങളാണ്. മേഘനാഥനെയും രാവണനെയും അടുത്ത നാളുകളിലായി വധിക്കും എന്നാണ്. അങ്ങനെ ഭൂമിയിൽ ധർമ്മം സംരക്ഷിക്കപ്പെടും. ഇത്രയും പറഞ്ഞ് വായുഭഗവാൻ അപ്രത്യക്ഷനായി. ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രസ്വാമിയെ ധ്യാനിച്ച്
ബ്രഹ്മാസ്ത്രം അയച്ച അതികായൻ എന്ന ആ ലോകൈക വീരനെ വധിക്കുകയാണ്. താഴെ വീണ തലയെടുത്ത് ശ്രീരാമൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ച് വാനരന്മാർ കൈകൂപ്പി തൊഴുത് നമസ്കരിക്കുന്നു. അതികായനോടൊപ്പം വന്ന മറ്റ് ശേഷിച്ച രാക്ഷസന്മാരെല്ലാം ദുഃഖിതരായി രാവണനെ കണ്ട് അവസ്ഥകളെല്ലാം അറിയിക്കുകയാണ്. അതികായൻ മരിച്ചതറിഞ്ഞ് രാവണന് അതിലും വലിയ ദുഃഖമായിരുന്നു. ഓരോരുത്തരായിട്ട് പോകുന്നവരെല്ലാം മരിച്ചാണ് വരുന്നത് അല്ലേ. എല്ലാം ഈശ്വരകൽപ്പിതം, വിധി, അല്ലാതെ എന്തു പറയാനെന്ന് വിലപിക്കുന്നു. അങ്ങനെ മേഘനാഥൻ ഈ മേഘനാഥനും അതായത് മേഘനാഥനെ ലക്ഷ്മണനും രാവണനെ രാമനും വധിക്കുമെന്ന് പറഞ്ഞിട്ടാണ് വായുദേവനും നാരദനും ഇപ്പോൾ പോയിരിക്കുന്നത്. അതുപോലെ അവർ രണ്ടുപേരും വധിക്കും എന്ന് പറഞ്ഞു. എങ്ങനെ, എപ്പോൾ എന്നൊന്നും പറയുന്നില്ല. അത് നമ്മൾ വായിച്ചറിയണം അല്ലേ. ഇനി അടുത്തത് ഇന്ദ്രജിത്തിൻ്റെ വിജയം എന്ന ഭാഗമാണ്. രാവണൻ ഇങ്ങനെ വിലപിക്കുകയാണ്. അതികായൻ മരിച്ചു കഴിഞ്ഞ് ആ വിവരം മറ്റുള്ള നിശാചരന്മാർ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറയുകയാണ്, എൻ്റെ മക്കളും മരുമക്കളും തമ്പിമാരും കരുത്തന്മാരായ എൻ്റെ പടനായകന്മാരും മന്ത്രിമാരും മരിച്ചല്ലോ ശങ്കര, ദൈവമേ. ഇങ്ങനെ പറഞ്ഞ് വിലപിക്കുന്ന അച്ഛൻ്റെ അടുത്തേക്ക് മകൻ ഇന്ദ്രജിത്ത് ചെന്നിട്ട് നമസ്കരിച്ചിട്ട് പറയുകയാണ്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ പിതാവ് ഇങ്ങനെ ദുഃഖിക്കേണ്ട കാര്യമില്ല, സ്വസ്ഥനായിരിക്കുക. ഞാൻ പോയി ശത്രുക്കളെയെല്ലാം വകവരുത്തിയിട്ട് വരുന്നുണ്ട്, എന്നെ അനുഗ്രഹിച്ചയച്ചാൽ. പിന്നെ രാവണൻ വേഗം മേഘനാഥനെ അനുഗ്രഹിച്ചയക്കുകയാണ്. വിജയിച്ചു വാ മകനെ എന്ന് പറഞ്ഞ് പടയോടുകൂടി ഇന്ദ്രജിത്ത് പുറപ്പെടുന്നു. പക്ഷേ ഇങ്ങനെ പുറപ്പെടുന്ന ഇന്ദ്രജിത്ത് ശസ്ത്രാസ്ത്ര ചാപരഥാദികളോടുകൂടി അന്തർധാന വിദ്യ ലഭിക്കാനുള്ള ഹോമം വിജയകരമായി പൂർത്തിയാക്കാനായിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അഗ്നിഭഗവാനെ പ്രീതിപ്പെടുത്തി അതിനുശേഷമാണ് യുദ്ധക്കളത്തിലേക്ക് പോകുന്നതും യുദ്ധം തുടങ്ങുന്നതും. അങ്ങനെ രണ്ട് കൂട്ടരും തമ്മിൽ അതിരൂക്ഷമായിട്ട് ഏറ്റുമുട്ടുകയാണ്. തൻ്റെ സൈന്യത്തിൻ്റെ ക്ഷീണഭാവം കണ്ട രാവണി എന്ന് പറയുന്നത് രാവണൻ്റെ മകനെയാണ്. അതായത് ഇന്ദ്രജിത്ത് അല്ലെങ്കിൽ മേഘനാഥൻ അന്തർധാനം ചെയ്യുകയാണ്. ഇങ്ങനെ അപ്രത്യക്ഷമാകുന്ന വിദ്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഹോമം ചെയ്തത്. മറഞ്ഞു നിന്ന് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് അസംഖ്യം വാനരന്മാരെ വധിക്കുകയാണ്. നേരെ നിന്ന് യുദ്ധം ചെയ്താലല്ലേ തിരിച്ചാക്രമിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ 50, 100, 1000 ഇങ്ങനെ എണ്ണം കൂടി ഇങ്ങനെ താഴെ വീഴുകയാണ്. ഇങ്ങനെ അത് ഈ 377 പേജിൽ ഇങ്ങനെ പറയുന്നുണ്ട്. 9 മൈന്യനും 5 ഗജന്മേലും 90 ബാണം നളനും തറച്ചിത വണ്ണമേറ്റു ഗന്ധമാദനന്മയിലും 29 നീലനും 30 ഈരഞ്ചു ബാണങ്ങൾ ജാമ്പവാൻമയിലും 6 പനസനും 7 വിനതനീരാറ് സുഷേണനും 8 കുമുദനും 6 ബാണം ഋഷഭനും കേസരിക്കാറും 150 കൂടെ വന്നേറ്റിതു 10 ശതബലിക്ക് 9 ധൂമ്രനും 10 ഒരിട്ടും പ്രമാദിക്കുമേറ്റിതു 10 പുനരിരുപത്തഞ്ചുമേറ്റിതു ശക്തിയേറും വേഗദർശിക്കതുപോലെ 40 കൊണ്ടു ദധിമുഖന്മയിലും 42 ഗവാക്ഷനുമേറ്റിതു 3 ഗവയനും 5 ശരഭനും 3 4 സുമുഖനും ദുർമുഖനേറ്റ് 24 സമ്മാനമായ 65 താരനും ജ്യോതിർമുഖനും 60 പുനരാതങ്കമോടൊരമ്പത് അഗ്നിവദനനും അങ്കദന്മേൽ 75 കൊണ്ടിതു തുങ്കനാം സുഗ്രീവനേറ്റു ശരശതം യുദ്ധം കപികുലനായകന്മാര 67 കോടിയും വീണിതു ഭൂതലെ. അതായത് ഇങ്ങനെ ആ ശരങ്ങളേറ്റ ഒന്നൊന്നായിട്ട് മേഘനാഥൻ്റെ അസ്ത്രമേറ്റ ഈ 67 കോടിയും വീണു. അത് കഴിഞ്ഞിട്ട് വേറെ മർക്കടന്മാർ 21 വെള്ളം, അർക്കതനയൻ എന്ന് പറഞ്ഞാൽ സുഗ്രീവൻ, ആ വീണ് കഴിഞ്ഞ് നമുക്ക് പറ്റില്ല ഇവനോട് എതിരിടാൻ എന്ന് വിചാരിച്ച് ഈ ദേവദേവന്മാരും അന്യോന്യം അന്നേരം വ്യാകുലം പൂണ്ട് പറഞ്ഞു നിൽക്കെ രുഷ കോപത്തോടെ രാഘവന്മാരെയും അവസാനം എഴുതി വീഴിച്ചു. അതായത് ശ്രീരാമലക്ഷ്മണന്മാരെയും എഴുതി വീഴിച്ചു. ഇങ്ങനെ മർക്കടവീരന്മാർ ഇങ്ങനെ എല്ലാവരും വീണത് കണ്ട് അത്യാഹ്ലാദം പൂണ്ട് ഇന്ദ്രജിത്ത് തൻ്റെ ശംഖമെടുത്ത് ഇങ്ങനെ മുഴക്കിക്കൊണ്ട് ഗർവത്തോടെ ലങ്കയിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇത് കണ്ട് ദേവഗണങ്ങളെല്ലാം വളരെ ദുഃഖിതരായി ഭവിക്കുന്നു. ഇങ്ങനെ എല്ലാവരും മോഹാലസ്യപ്പെട്ട് കിടക്കുകയാണ്. കുറേ പേര് മരിച്ചു, മുറിവേറ്റു. ഇനി അടുത്തത് ഔഷധാഹരണ യാത്രയാണ്. ഇവരെയൊക്കെ ജീവിപ്പിക്കാനായിട്ട് ഔഷധം കൊണ്ടുവരാൻ പോവുകയാണ്. യുദ്ധക്കളം വിട്ടു നിന്ന വിഭീഷണൻ വീണ് കിടക്കുന്നവരുടെ ഇടയിലൂടെ ഇങ്ങനെ ആർക്കെങ്കിലും ജീവനുണ്ടോ എന്നിങ്ങനെ തൊട്ട് നോക്കി. നമ്മൾ കൈപിടിച്ച് മൂക്കിൻ്റെ അടുത്ത് വെച്ചൊക്കെ നോക്കില്ല, അതുപോലെ നമ്മുടെ വിഭീഷണനും അങ്ങനെ വരികയാണ്. വേറൊരു സൈഡിൽ നിന്ന് മാരുതിയും അങ്ങനെ തന്നെ വരുന്നുണ്ട്. മാരുതിക്കും ഒന്നും പറ്റിയില്ല. ആർക്കെങ്കിലും ജീവനുണ്ടോ എന്ന്
ഇങ്ങനെ നോക്കി നോക്കി ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഇവർ രണ്ടുപേരും കണ്ടുമുട്ടി. ഇതിനിടയ്ക്ക് ജാമ്പവാൻ പതുക്കെ ബോധം വീണപ്പോൾ എഴുന്നേറ്റിരുന്നു. പക്ഷെ കണ്ണ് കാണാൻ പാടില്ല, ഇങ്ങനെ രക്തം ഒലിച്ചെല്ലാം കണ്ണൊക്കെ ഇങ്ങനെ അടഞ്ഞിരിക്കുക. അപ്പോൾ കണ്ണ് തുറക്കാൻ പാടില്ല, ഇങ്ങനെ രക്തം കട്ട പിടിച്ചിരുന്നിട്ട്. അപ്പോൾ ഇങ്ങനെ ഇവർ വേഗം ഇങ്ങനെ തപ്പി തപ്പി വരുമ്പോൾ ഈ ശബ്ദം കേട്ട് ജാമ്പവാൻ ഇങ്ങനെ ചോദിക്കുകയാണ്, ആരാണ്? വിഭീഷണൻ്റെ ശബ്ദം കേട്ടിട്ട്, എനിക്ക് ശബ്ദം കേട്ടിട്ട് വിഭീഷണനാണെന്ന് ഞാൻ അറിയുന്നു, മാരുതി ജീവനോടെ ഉണ്ടോ എന്നായിരുന്നു ജാമ്പവാൻ ആദ്യം അറിയേണ്ടിയിരുന്നത്. എന്തുകൊണ്ടാണ് ആ വാതാത്മജനെ, അതായത് മാരുതിയെ ഇത്രയ്ക്ക് താല്പര്യത്തോടെ ചോദിച്ചത്? അവനോട് എന്താ ഇത്രയധികം വാത്സല്യം തോന്നാൻ കാരണം? മറ്റുള്ളവരെ ആരെയും തിരക്കാത്തത് എന്താ എന്ന് വിഭീഷണൻ ചോദിച്ചപ്പോൾ ജാമ്പവാൻ പറയുകയാണ്, രാമൻ, ലക്ഷ്മണൻ, സുഗ്രീവൻ, അങ്കദൻ ഇവരെയൊക്കെ വിട്ടിട്ട് ഈ മാരുതിയെ തിരക്കിയപ്പോൾ ആർക്കാണെങ്കിലും അതിശയം തോന്നുകയല്ലേ? ശ്രീരാമദേവൻ, സൗമിത്രി, ലക്ഷ്മണൻ ആദിശേഷൻ്റെ പുനർജന്മാവതാരമാണ്. അപ്പോൾ ഇവരെ ഒന്നും ചോദിക്കുന്നില്ല, വെറും മാരുതിയെ ചോദിക്കുന്നു. അപ്പോൾ ജാമ്പവാൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ, ജാമ്പവാനല്ല വിഭീഷണൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ജാമ്പവാൻ മറുപടി പറയുകയാണ്, കേൾക്കൂ മിത്രമേ, മാരുതി ജീവിച്ചിരുന്നു എന്ന് വരികിൽ മറ്റുള്ളവർക്ക് ഒരാപത്തും വരികയില്ല എന്നറിയുക. മാരുതി മരിച്ചു എന്നാൽ മറ്റുള്ളവരും മരിച്ചു എന്ന് കരുതുക. ജാമ്പവാൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ മാരുതിയുടെ സന്തോഷം ഒന്ന് കാണേണ്ടതാണ്. അപ്പോൾ ആ ജാമ്പവാനെ വേഗം കെട്ടിപ്പിടിച്ച്, ഞാനിവിടെ തന്നെയുണ്ട് മിത്രമേ, മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കാൽക്കൽ വീണ് നമസ്കരിക്കുകയാണ് മാരുതി. അപ്പോൾ ജാമ്പവാൻ പറഞ്ഞു, മേഘനാഥൻ്റെ അസ്ത്രങ്ങളേറ്റ് വീണ് കിടക്കുന്ന ഈ വാനരന്മാരെയും പിന്നെ നമ്മുടെ രാമലക്ഷ്മണന്മാരെയും ജീവിച്ചിരുത്തുവാൻ മാരുതിയല്ലാതെ മറ്റാരുമില്ല. നീ ഉടനെ തന്നെ കൈലാസപർവ്വത പ്രാന്തത്തിലുള്ള ഋഷഭാദ്രിയിൽ പോയി അവിടെ ദിവ്യ ഔഷധങ്ങളുണ്ട്. 4 ദിവ്യ ഔഷധങ്ങളാണ്. ആദ്യം വിശല്യകരണി, രണ്ടാമത് സന്ധാനകരണി, മൂന്നാമത് സുവർണകരണി, നാലാമത് മൃതസഞ്ജീവിനി. ആ ഉയർന്നു കാണുന്ന 2 പർവ്വത ശിഖരങ്ങളുടെ മധ്യത്തിലായിട്ടാണ് ഈ ഔഷധച്ചെടികൾ കാണപ്പെടുക. അവിടെ ഇങ്ങനെ വേദസ്വരൂപങ്ങളായതിനാൽ ഈ ഔഷധച്ചെടികൾക്ക് സൂര്യനെ പോലെ ശോഭയുണ്ട്, അതായത് സൂര്യനെ പോലെ പ്രകാശിക്കുന്നവയാണെന്നറിയുക. ഇങ്ങനെ വനങ്ങളും പർവ്വതങ്ങളും നദികളും ഒക്കെ കടന്ന് മാരുതി, നീ വേഗം പോയി ഇവയെ കൊണ്ടുവന്നാലും ജാമ്പവാനെയും മറ്റുള്ളവരെയും വണങ്ങിയിട്ട് മാരുതി തൊട്ടടുത്ത് മഹേന്ദ്രപർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി നിന്ന് ശരീരം ഒന്നങ്ങ് വലുതാക്കി, വളരെ വലുതാക്കിയിട്ട് ഇങ്ങനെ ഒറ്റ അലർച്ചയാണ്. ഈ അലറുന്ന ശബ്ദം കേട്ട് എല്ലാവരും നടുങ്ങി വിറച്ചു. 3 ലോകവും നടുങ്ങി വിറച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജെറ്റ് വിമാനമൊക്കെ പറന്ന് പൊങ്ങുന്നത് പോലെ ഒരൊറ്റ കുതിക്കലാണ് മുകളിലേക്ക്. കുതിച്ചുയർന്ന് ഹിമാലയത്തിനപ്പുറത്ത് ആ ഋഷഭാദ്രി, കൈലാസപർവ്വത പ്രാന്തത്തിലാണ് ആ ഋഷഭാദ്രി ലക്ഷ്യമാക്കി ഇങ്ങനെ കുതിക്കുകയാണ്. മുകളിൽ നിന്നും കൈലാസശൈലവും മേരുപർവ്വതവും ഋഷഭാദ്രിയും ഒക്കെ വിസ്മയത്തോടെ നോക്കി ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ അങ്ങനെ അവിടെ എത്തുന്നതിന് മുമ്പ് ഇനി കാലനേമിയുടെ പുറപ്പാട് എന്ന ഒരു ഭാഗമാണ്. ഇനി കാലനേമി എന്ന് പറഞ്ഞാൽ രാവണൻ്റെ ഒരു ബന്ധുവായ അസുരനാണ്. മാരുതി ഇങ്ങനെ ഔഷധം കൊണ്ടുവരുവാൻ തിരിച്ചു എന്നുള്ള വാർത്ത ചാരന്മാർ വന്ന് ഈ ഉടനെ തന്നെ അറിയിക്കുകയാണ് രാവണനോട്. കുറച്ചു നേരം രാവണൻ ഇങ്ങനെ ചിന്താധീനനായിട്ടിരുന്നു. അതിനുശേഷം ആരോടൊന്നും പറയാതെ ഒരൊറ്റ പോക്കാണ്. രാത്രിയിൽ തന്നെ പോയത് ഈ കാലനേമിയുടെ വസതിയിലേക്കാണ്. അവിടെ ഇങ്ങനെ ചെന്ന് കഴിയുമ്പോൾ കാലനേമിക്കും ഭയങ്കര അതിശയം. കാലനേമിയും വളരെ ആശ്ചര്യത്തോടെ രാവണനെ സ്വീകരിച്ചിരുത്തിയിട്ട് ചോദിക്കുകയാണ്, ആരും അകമ്പടിയില്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് വരുവാൻ എന്താണ് കാരണം? അതും ഈ രാത്രി സൂര്യോദയത്തിന് മുമ്പ് തന്നെ എന്താണ് കാരണമെന്ന് ചോദിക്കും. വളരെ ദുഃഖിതനും നിരാശനുമാണ് രാവണൻ അല്ലേ. അപ്പോൾ വേഗം പറയും, കാലവൈഭവം ചിന്തിച്ചാൽ എന്ത് പറയാനാണ്, എല്ലാം നിന്നോട് പറയാമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. എൻ്റെ വേൽ കൊണ്ടുള്ള ആക്രമണത്തിൽ ലക്ഷ്മണൻ താഴെ വീണിരുന്നു കഴിഞ്ഞ ദിവസം. ഇന്നലെ വിരിഞ്ചാസ്ത്രമെയ്ത് മേഘനാഥൻ ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും ഒക്കെ താഴെ വീഴ്ത്തിയിരിക്കുകയാണ്. അവർ പകുതി പേര് മരിച്ചു, കുറേ പേർക്ക് ജീവനുണ്ടോ എന്ന് അറിയത്തില്ല. അവരെ രക്ഷിക്കാനായി ഏതായാലും മാരുതി ഔഷധത്തിനായി പോയിരിക്കുകയാണ്. അവൻ്റെ യാത്ര നീ എങ്ങനെയെങ്കിലും മുടക്കണം, കാര്യവിഘ്നം വരുത്തണം. അതിനുള്ള ഉപായം ഞാൻ പറഞ്ഞു തരാം. നീ ഒരു താപസ വേഷത്തിൽ ചെന്നിരുന്ന് അവനെ പറഞ്ഞ് മയക്കി വഴിതെറ്റിച്ച് അവൻ്റെ കാര്യത്തിന് എങ്ങനെയെങ്കിലും തടസ്സം വരുത്തണം എന്ന് പറയുകയാണ്. കാലനേമി കുറേ ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. മറ്റ് എല്ലാവരും പറഞ്ഞതുപോലെ രാവണനോട് ഇങ്ങനെ ഉപദേശിക്കുന്ന കാര്യം വന്നു കഴിഞ്ഞപ്പോൾ രാവണൻ ക്രോധത്തോടെ കാലനേമിയെ വധിക്കാൻ ഒരുങ്ങുകയാണ്. കാലനേമി ഇങ്ങനെ രാവണൻ പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് തന്നെ സമ്മതിക്കുക. കാലനേമിയും വിചാരിക്കുന്നത് ഈ ദുഷ്ടൻ്റെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ ഭേദം സജ്ജനങ്ങളുടെ, ഇനി അവിടെ ഇപ്പം മാരുതിയാണല്ലോ എതിരാളിയായിട്ട് വരുന്നത്, സജ്ജനങ്ങളുടെ
കൈകൊണ്ട് മരിച്ച് മോക്ഷം നേടുന്നതാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് സമ്മതിച്ച് കാലനേമി പറഞ്ഞതുപോലെ പോയി തൻ്റെ മായാശക്തിയാൽ ആശ്രമം ഉണ്ടാക്കി അവിടെ വലിയൊരു യോഗീശ്വരൻ്റെ ഭാവത്തിൽ ഹോമമൊക്കെ നടത്തിക്കൊണ്ട് ഇങ്ങനെ ഈ മാരുതി വരുന്നതും കാത്തിരിക്കുകയാണ്. മാരുതി ഇങ്ങനെ താഴേക്ക് നോക്കി നോക്കി ഇങ്ങനെ ആകാശമാർഗ്ഗം ഇങ്ങനെ പോകുമ്പോൾ താഴെ ആശ്രമം കാണുകയാണ്, ഈ കാലനേമിയുടെ ആർട്ടിഫിഷ്യൽ ആശ്രമം. അപ്പം മുമ്പെങ്ങും ഞാനിങ്ങനെ ഒരു ആശ്രമം ഇവിടെ കണ്ടിട്ടില്ലല്ലോ, എനിക്ക് വഴി തെറ്റിയോ അതോ എൻ്റെ മനസ്സിൻ്റെ വിഭ്രാന്തിയാണോ? ഏതായാലും ദാഹം തീർത്ത വലിയ മുനീശ്വരനെ കണ്ടൊന്ന് വന്നിച്ചിട്ട് പോകാം എന്ന് കരുതി താഴോട്ട് ഇറങ്ങുകയാണ്. ചെന്ന് നോക്കുമ്പോൾ ശിവപൂജ ചെയ്യുന്നു, ഹോമം നടത്തുന്നു. ആ ഋഷീശ്വരനെ കണ്ട് വലിയ യോഗീശ്വരനാണല്ലോ എന്ന് വിചാരിച്ച മാരുതി വണങ്ങി നമസ്കരിക്കുകയാണ്. എനിക്ക് ഇങ്ങനെ ഞാൻ രാമദൂതനായ ഹനുമാനാണ് എന്ന് പരിചയപ്പെടുത്തി ശ്രീരാമസ്വാമിയുടെ കാര്യസാധ്യത്തിന് വേണ്ടി വന്നതാണ്, ഋഷഭാദ്രിയിലേക്ക് പോകുന്നു, ഇങ്ങനെ ഔഷധങ്ങൾ ശേഖരിക്കാൻ പോവുകയാണ് എന്നൊക്കെ ഹനുമാൻ പറയുകയാണ്. ദാഹം തീർക്കാൻ ജലം ചോദിച്ചപ്പോൾ ആ കമണ്ടലുവിലുള്ള ജലം കൊടുത്തു. അത് മതിയാകാതെ വന്നപ്പോൾ ഒരു ശിഷ്യനെ വിളിച്ച് ജലാശയം കാണിച്ചു കൊടുക്കാനായിട്ട് പറയുന്നു. ആ ശിഷ്യൻ്റെ കൂടെ ജലാശയത്തിൻ്റെ അവിടെ ചെന്ന് ജലാശയത്തിൽ നിന്ന് കുനിഞ്ഞ് കൈക്കുമ്പിളിൽ വെള്ളം എടുക്കാൻ തുടങ്ങുമ്പോൾ വലിയ ഒരു ഘോരാകാരത്തിലുള്ള ഒരു ഭയങ്കര മുതല വന്ന് മാരുതിയെ വിഴുങ്ങാൻ ഇങ്ങനെ വാ തുറന്നു. മാരുതി ഒരൊറ്റ അടി അടിച്ചു. ആ മുതല ചത്ത് മലന്നുപോയി. അതിനിടയ്ക്ക് ആ മുതലയിൽ നിന്നൊരു ഒരു സ്പാർക്ക്, ഇങ്ങനെ ഒരു മിന്നൽ, ഒരു ലൈറ്റ്നിങ്, അതിങ്ങനെ മുകളിലേക്ക് വന്ന ഒരു അപ്സര സ്ത്രീയായിട്ട് വളരെ സുന്ദരിയായ ഒരു തരുണീമണിയെ ഇങ്ങനെ കാണുകയാണ്. വേഗം പറഞ്ഞു, ഇങ്ങനെ മാരുതിയോട് പറയുകയാണ്, ഞാൻ ധന്യമാലി എന്ന അപ്സരസാണ്, ഒരു മുനിയുടെ ശാപത്താലാണ് ഞാൻ മുതലയായി ഇങ്ങനെ മാറിയത്. ഭവാൻ കാരണം എനിക്ക് മോക്ഷം കിട്ടിയിരിക്കുന്നു. ഒരു കാര്യം അറിയണം, ആ ആശ്രമത്തിൽ കണ്ട താപസൻ രാക്ഷസനായ കാലനേമിയാണ്. രാവണൻ്റെ നിർദ്ദേശമനുസരിച്ച് താങ്കളുടെ മാർഗവിഘ്നം വരുത്തുവാൻ താപസവേഷം ധരിച്ച് വന്നിരിക്കുന്നതാണ്. അവനെ വധിച്ച് ഔഷധങ്ങളും ശേഖരിച്ച് വേഗം മടങ്ങുക, അങ്ങേക്ക് എല്ലാ മംഗളങ്ങളും ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അപ്സരസ് പറഞ്ഞു. ഇതനുസരിച്ച് തിരികെ ആശ്രമത്തിലേക്ക് ചെന്ന മാരുതി ആ കാലനേമിയെ വധിച്ച് ഔഷധങ്ങൾ ശേഖരിക്കാനായിട്ട് വീണ്ടും യാത്ര തുടരുകയാണ്. ആ കൈലാസപർവ്വതപ്രാന്തത്തിൽ എത്തിയെങ്കിൽ ഈ ഔഷധങ്ങൾ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഇറങ്ങിയെങ്കിലും ഔഷധങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് മാരുതി ആ പർവ്വതത്തോടെ എടുത്തുകൊണ്ട് പോവുകയാണ്. പർവ്വതത്തോടെ എടുത്തുകൊണ്ടുപോയി ഈ രാമലക്ഷ്മണന്മാരും മറ്റു വാനരന്മാരും എല്ലാം മോഹാലസ്യപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തെത്തി. അവിടെ താഴെ വെച്ച മാത്രയിലെ ഔഷധത്തിൻ്റെ കാറ്റ് തട്ടിയിട്ട് ഇവരെല്ലാവരും എഴുന്നേൽക്കുകയാണ്. മോഹാലസ്യം വിട്ട് എല്ലാവരും, ആ മരിച്ചവരും എല്ലാം ജീവിച്ചെഴുന്നേൽക്കുകയാണ്. ഉടനെ തന്നെ എന്ത് ചെയ്തു, രാമൻ പറഞ്ഞു, ഇത് നീ തിരിച്ച് അതുപോലെ തന്നെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഈ രാക്ഷസന്മാരും ജീവൻ വെച്ച് എഴുന്നേറ്റ് വരികയല്ലേ. അതുപോലെ തന്നെ മാരുതി പർവ്വതത്തെ യഥാസ്ഥാനത്ത് അപൂർവസ്ഥാനത്ത് കൊണ്ടുപോയി വെക്കുകയാണ്. അങ്ങനെ മരിച്ച രാക്ഷസന്മാരുടെ ഉടൽ ഈ രാവണൻ്റെ നിർദ്ദേശപ്രകാരം സമുദ്രത്തിൽ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. അടുത്തത് മേഘനാഥ വധമാണ്. അങ്ങനെ രാവണൻ്റെ മകൻ വധിക്കപ്പെടാൻ പോവുകയാണ്. ഇങ്ങനെ എല്ലാവരും ജീവിച്ചെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാരണം ഈ മേഘനാഥൻ മറഞ്ഞു നിന്ന് അസ്ത്രം എയ്തത് കൊണ്ടാണ്. ഇവർക്ക് തിരിച്ച് ഫലപ്രദമായിട്ട് എതിർക്കാൻ പറ്റിയില്ല. അപ്പോൾ സുഗ്രീവനും അംഗദനും ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ട് മറ്റു വാനരന്മാർക്ക് അനന്തരം എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ചെയ്യണ്ട എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിർദ്ദേശം കൊടുക്കുകയാണ്. ഇനി ഇവർ പറയുകയാണ് മറ്റു വാനരന്മാരോട്, ഇനി നിങ്ങളാരും പുറത്ത് നിൽക്കണ്ട, അതായത് ലങ്കാപുരിക്ക് പുറത്ത് നിന്ന് യുദ്ധം ചെയ്യേണ്ട, മതിലുകളെല്ലാം തകർത്ത് ലങ്കയ്ക്ക് അകത്ത് കയറണം, കയ്യിൽ കിട്ടുന്നത് വെച്ച് ആക്രമിക്കണം, കാണുന്നതെല്ലാം നശിപ്പിക്കണം, വൃക്ഷങ്ങളൊക്കെ പിഴുതുകളയുക, ഗൃഹങ്ങൾക്കൊക്കെ കൊള്ളി വയ്ക്കുക എന്ന് പറഞ്ഞാൽ തീയിടുക എന്നാണ് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാം കൂപം കിണറാണ്, കിണർ തടാകം എല്ലാം ഇങ്ങനെ ഇടിച്ച് നിരത്തുക, കിടങ്ങുകളൊക്കെ എല്ലാം അങ്ങനെ ചെയ്യുക. അപ്രകാരം തന്നെ വാനരന്മാർ എല്ലായിടവും തീയിട്ട് നശിപ്പിക്കുകയാണ്. പൊരിഞ്ഞ യുദ്ധമാണ്. ആദ്യം കുംഭകർണൻ്റെ മകൻ നികുംഭനും കുംഭനും മക്കൾ രണ്ടുപേരും, ആദ്യം കുംഭൻ, പിന്നെ നികുംഭൻ, പിന്നെ കമ്പനൻ, പ്രജംഘൻ, ശോണിതാക്ഷൻ, യൂപാക്ഷൻ, ഇവരെല്ലാം ഇങ്ങനെ ഒരുമിച്ച് ചെല്ലുവാണ് ആക്രമിക്കാനായിട്ട്. എല്ലാവരെയും 4-5 നാഴിക കൊണ്ട് ഓരോരുത്തരായിട്ട് അടിച്ചൊതുക്കി കാലപുരിക്ക് വിടുകയാണ്. പേടിച്ചോടിയ രാക്ഷസപ്പടയെ വാനരന്മാർ തുരത്തി അവർ ലങ്കയിൽ കയറി ഗോപുരവാതിലും അടയ്ക്കുകയാണ്. അപ്പോൾ അടുത്തതായി ഖരൻ്റെ മകനായ മകരാക്ഷനെയാണ് ഈ രാവണൻ യുദ്ധത്തിന് പറഞ്ഞു വിടുന്നത്. ശ്രീരാമൻ്റെ അമ്പിനാൽ മകരാക്ഷനും വധിക്കപ്പെടുകയാണ്. ഇതറിഞ്ഞ മേഘനാഥൻ വീണ്ടും
യുദ്ധത്തിന് പോകാൻ ഒരുങ്ങിയ രാവണനെ തടഞ്ഞ് സ്വയം യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കുകയാണ്. ലക്ഷ്മണൻ ശ്രീരാമനോട് പറയുകയാണ് അന്നേരം, ആ മേഘനാഥൻ എന്നും മറഞ്ഞു നിന്ന് നമ്മോട് യുദ്ധം ചെയ്യുന്നു. മറഞ്ഞു നിന്ന് നമ്മുടെ സൈന്യത്തെ ഇങ്ങനെ വധിക്കുന്നത് എത്ര നാളേക്ക് കണ്ടുകൊണ്ടിരിക്കണം? ബ്രഹ്മാസ്ത്രം എയ്ത ആ രാക്ഷസവംശത്തെ ഉന്മൂലനാശം വരുത്തണം, അതാണ് വേണ്ടത്. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുന്നവരെയും ആയുധം പോയവരോടും അതുപോലെ നേരെ വരാത്തവരോടും വിശേഷിച്ച് പിന്നെ ഭയപ്പെട്ട് നമ്മെ വന്ന് ശരണം പ്രാപിക്കുന്നവരുടെ നേരെയും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നത് അധർമ്മമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇവരോടെല്ലാം നേരെ നിന്ന് പൊരുതുന്നുണ്ട്. ഇത്രയും പറഞ്ഞ് വില്ലും കുലച്ച് നിൽക്കുന്ന രാമനെ കണ്ട് മേഘനാഥൻ തൽക്ഷണം ഒരു സൂത്രപ്പണി ചെയ്യുവാണ്. അതായത് സീതയുടെ ഒരു മായാ സീതയെ സൃഷ്ടിച്ച് തേരിൽ വെച്ച് ഇവരുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ വാനരന്മാർ പശ്ചിമ ഗോപുരവാതിലൂടെയാണ് പുറപ്പെട്ടതെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സീതയെ ഇങ്ങനെ തേരിൽ കണ്ട് വാനരന്മാരും മറ്റുള്ളവരൊക്കെ അതിശയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ദുഃഖിച്ച് നിൽക്കുക. എല്ലാവരും കാണുകെ ഈ മേഘനാഥൻ സീതാദേവിയെ വാൾ കൊണ്ട് വെട്ടി. ഉടനെ സീതാദേവി അയ്യോ നാഥ രാമ രാമ പ്രഭോ എന്ന് വിളിച്ച് കരയുകയാണ്. വാവിട്ട് നിലവിളിക്കുന്ന സീത മരിച്ചു വീഴുകയാണ്. സീത ആ രക്തമൊക്കെ ഇങ്ങനെ പരന്ന് ഒഴുകുകയാണ്. എല്ലാവരും മായാ സീതയെ കണ്ട് യഥാർത്ഥ സീതാദേവിയാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. മാരുതി പറയുകയാണ്, നമ്മളിനി യുദ്ധം ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത്? സ്വാമിയോട് പോയി പറയുക തന്നെ, ശീഘ്രം വരിക എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടെ ശ്രീരാമചന്ദ്രൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇങ്ങനെ വാനരന്മാരെല്ലാം ഇങ്ങനെ വളരെ ദുഃഖിതരായിട്ട് വരുന്നത് കണ്ട്, അതായത് മാരുതി മുമ്പേ നടന്നു വരുന്നു. മാരുതിയെ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ശ്രീരാമൻ ജാമ്പവാനോട് പറയുകയാണ്, മാരുതി എന്താണ് ഇങ്ങോട്ട് വരുന്നത്? പോരിൽ നിന്നും പിന്തിരിഞ്ഞോടുന്നവനല്ലല്ലോ അവൻ, നീ കൂടെ അങ്ങോട്ട് ചെല്ലുക. ഇത് കേട്ട് മാരുതിയുടെ അടുത്തേക്ക് ചെന്ന ജാമ്പവാൻ, എന്താണ് ഇങ്ങോട്ട് വരുന്നത്? അങ്ങോട്ട് തന്നെ പോവുക, ഞങ്ങളും കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മാരുതി പറഞ്ഞു, പേടിച്ചോടി വന്നതല്ല ഞങ്ങൾ, ഒരു പ്രത്യേക കാര്യം സ്വാമിയെ അറിയിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സീതാദേവിയെ മേഘനാഥൻ വധിച്ച കാര്യം പറയുകയാണ്. ഇത് കേൾക്കുന്നതും ശ്രീരാമചന്ദ്രസ്വാമി മോഹിച്ച് താഴെ വീഴുന്നു. ലക്ഷ്മണൻ ഓടിയെത്തിയിട്ട് ഈ ശ്രീരാമൻ്റെ ശിരസ്സെടുത്ത് സ്വന്തം മടിയിൽ വെച്ച് ലക്ഷ്മണനും കരയുവാണ്. അപ്പോൾ ശ്രീരാമനെ ആശ്വസിപ്പിക്കാനായിട്ട് മറ്റുള്ളവരെ വിഭീഷണൻ വരുന്നേ ഉള്ളൂ. ആശ്വസിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അങ്ങോട്ട് വരുന്ന വിഭീഷണൻ ഇങ്ങനെ എന്താണ് കാര്യമെന്നറിയാനാണ് വരുന്നത്. അപ്പം മാരുതി പറഞ്ഞു ഇങ്ങനെ ഇതാണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിഭീഷണൻ ഉറക്കെ ചിരിച്ചു. എന്നിട്ട് പറയുകയാണ്, ലോകേശ്വരിയായ ആ സീതാദേവിയെ കൊല്ലുവാൻ ഈ ലോകത്രയത്തിലും, അതായത് ഈ 3 ലോകത്തിലും ആരാണ് ഉള്ളത്? ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഇനി ഉണ്ടാവുകയില്ല, ഇതുവരെ ഉണ്ടായിട്ടുമില്ല, ആരും ഇല്ലെന്നർത്ഥം. ഈ കുരങ്ങന്മാർക്ക് എന്തറിയാം? നിങ്ങളെ കബളിപ്പിക്കാനായി നിങ്ങൾ പിൻവാങ്ങുന്ന സമയം നികുംഭിലയിൽ പോയി ഹോമം നടത്താനുള്ള ആ മേഘനാഥൻ്റെ ഉപായമാണിത് എന്ന് ഭീഷണൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നാം ചെന്ന് ഹോമം മുടക്കണം, അല്ലെങ്കിൽ അവനെ ആർക്കും വധിക്കാൻ സാധിക്കില്ല. ശ്രീരാമചന്ദ്രസ്വാമി വിജയിക്കട്ടെ. അങ്ങനെ മനസ്സിലെ ആധി കളഞ്ഞെഴുന്നേറ്റ് എല്ലാവരും യുദ്ധത്തിന് പോകാനായിട്ട് റെഡിയാവുകയാണ്. മറ്റുള്ളവർ ശ്രീരാമൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഈ മേഘനാഥൻ്റെ ഹോമം മുടക്കാനായിട്ട് അംഗദനും സുഗ്രീവനും കൂടെ വാനരന്മാരെ അയക്കുകയാണ്. അവർ പോയിട്ട്, ഇത് പേജ് 393 കേട്ടോ, ആരൊക്കെ വാനരന്മാരാണ് പോകുന്നത് ഹോമം മുടക്കാനായിട്ട് എന്ന്. ഇങ്ങനെ എല്ലാവരും ചെന്ന് ഹോമം മുടക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ആ ഹോമം ജയിച്ചു കഴിഞ്ഞാൽ അവനെ പിന്നെ ഹോമം നടത്തി അതിൻ്റെ പരിപൂർണതയിലെത്തിയാൽ അജയ്യനായി തീരും, അത്ഭുത ശക്തികളൊക്കെ കിട്ടും. അതുകൊണ്ടാണ് ഹോമം മുടക്കുന്നത്. ആർക്കും പിന്നെ മേഘനാഥനെ ജയിക്കാൻ പറ്റില്ല. ഈ രാക്ഷസന്മാരെ ചുറ്റും കാവൽ നിർത്തിയിട്ടാണ് നികുംഭിലയിലെത്തി ഹോമം തുടങ്ങിയത്. അപ്പോൾ വാനരന്മാർ കല്ലും മലയും മരങ്ങളും ഒക്കെ എടുത്തെറിഞ്ഞ് രാക്ഷസന്മാരോട് എതിർക്കുന്നു. അപ്പോൾ ഇങ്ങനെ അവരെ പിടിച്ചു നിൽക്കാൻ കെൽപ്പില്ലാതെ, അതായത് അത്രയ്ക്ക് ഭയങ്കരമായിട്ടാണ് വാനരന്മാർ രാക്ഷസന്മാരുടെ നേരെ ആക്രമിക്കുന്നത്. അപ്പോൾ രാക്ഷസന്മാർ വീണ് തുടങ്ങുക. ഇത് കണ്ട ഈ മേഘനാഥൻ വേഗം ഹോമം നിർത്തിയിട്ട് അമ്പും വില്ലും എടുത്ത് പുറത്തേക്ക് വരികയാണ്. അങ്ങനെ ഹോമം മുടങ്ങി. മേഘനാഥനെ വധിക്കാനായിട്ട് അപ്പോൾ ഉപദേശിക്കുകയാണ് വിഭീഷണൻ. ആ ഉപദേശിക്കുന്ന വിഭീഷണനെ നോക്കി മേഘനാഥൻ പറയുകയാണ്, നിങ്ങളെൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തെയാണല്ലോ,
രാക്ഷസജാതിയിൽ പിറന്നിട്ടും ഇങ്ങനെ പുത്രൻ, മിത്രം, അതുപോലെ സ്വന്തം വർഗത്തെ ഒടുക്കാൻ ശത്രുവിനെ സഹായിക്കുന്ന ഒരു ഭൃത്യനായി വേല ചെയ്യുന്ന ആ താങ്കളെ ഓർത്ത് എനിക്ക് ലജ്ജ തോന്നുന്നു. ഇങ്ങനെ വംശനാശം വരുത്തുന്നവർ കൂട്ടത്തിൽ ഉണ്ടായിട്ട് എന്ത് കാര്യം? അതായത് ഊർധ്വലോകപ്രാപ്തി എന്ന് പറഞ്ഞാൽ മരിച്ച് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അതുപോലെ സൽഗതിക്കും സന്താനങ്ങളാലല്ലേ ആ സൽഗതിയും സന്താനങ്ങളാലല്ലേ പ്രാപ്തമാകുന്നത്. ഞാൻ നിങ്ങൾക്ക് മകനെ പോലെയല്ലേ? അപ്പോൾ വിഭീഷണൻ ഇത് കേട്ടിട്ട് മേഘനാഥനോട് പറയുകയാണ്, ഒന്നറിയുക, നീയും നിൻ്റെ പിതാവുമാണ് വംശനാശം വരുത്തുന്നത്. ആ രഘുകുല നായകൻ്റെ അനുഗ്രഹത്താൽ വംശത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞാൻ മതിയാകും. ഇങ്ങനെ പറയുന്നതിനിടയിൽ മേഘനാഥൻ ശരങ്ങൾ അയച്ചുകൊണ്ടേയിരുന്നു. മഴ പെയ്യുന്നത് പോലെ ശരങ്ങൾ വർഷിക്കുകയാണ് ഇടതടവില്ലാതെ. അങ്ങനെ മേഘനാഥൻ സൗമിത്രിയെ വെല്ലുവിളിക്കുകയാണ്. ലക്ഷ്മണനോട് പറയുകയാണ്, 2 ദിവസം മുമ്പ് നീ എൻ്റെ ബാഹുപരാക്രമം, അതായത് കൈക്കരുത്ത് കണ്ടതല്ലേ? ഇനി കണ്ടില്ലെങ്കിൽ തന്നെ ഇന്ന് നിൻ്റെ ഉടൽ ഞാൻ ജന്തുക്കൾക്ക് ഭക്ഷണമായി നൽകുന്നുണ്ട്. പറയുന്നതിനിടയിൽ വീണ്ടും ബാണം എയ്തുകൊണ്ടേയിരിക്കുക. ഈ ലക്ഷ്മണന് മുറിവേൽക്കുന്നുണ്ട്. ലക്ഷ്മണന് നേരെയും വിഭീഷണന് നേരെയും ശരങ്ങൾ ഇങ്ങനെ എയ്ത് വിടുകയാണ്. വാനരന്മാർ തിരിച്ചും. ലക്ഷ്മണനും ഇന്ദ്രജിത്തുമായി ഇങ്ങനെ പൊരിഞ്ഞ യുദ്ധം നടക്കുക. ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള യുദ്ധം നടന്നിട്ടേ ഇല്ലെന്നാണ് ദേവന്മാരൊക്കെ ഇങ്ങനെ തമ്മിൽ പറയുന്നത്. എല്ലാവരും ഇങ്ങനെ പറയുന്നു. 3 ദിവസം യുദ്ധം തുടർന്നു. അവസാനം ഐന്ദ്രയാസ്ത്രം എഴുത് മേഘനാഥനെ വധിക്കുകയാണ്. മേഘനാഥൻ്റെ കഴുത്തറുത്തിട്ട് അസ്ത്രം നേരെ പോയി വെള്ളത്തിൽ മുങ്ങിയിട്ട് ശുദ്ധമായി ആമനാഴിയിൽ വന്നു ചേർന്നു. ഇന്ദ്രാദി ദേവന്മാർ ലക്ഷ്മണനെ വാഴ്ത്തുന്നു, പുഷ്പവൃഷ്ടി നടത്തുന്നു, അപ്സരസ്സുകളൊക്കെ നൃത്തം ചെയ്യുന്നു. അങ്ങനെ തിരിച്ച് ശ്രീരാമസന്നിധിയിലെത്തിയ ലക്ഷ്മണനെ ശ്രീരാമൻ ആശീർവദിക്കുകയാണ്. നീ ചെയ്തത് ഇത്രയും ദുഷ്കരമായ കാര്യമാണ്. മേഘനാഥൻ മരിച്ചു എന്നാൽ രാവണൻ മരിച്ചു എന്ന് തന്നെയാണ് അർത്ഥം. ആ പുത്രദുഃഖത്താൽ ആ പുത്രദുഃഖം കാരണം ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ പോലും രാവണൻ ഇനി തന്നെത്താൻ യുദ്ധത്തിന് വരും എന്ന് ശ്രീരാമൻ പറയുന്നു. ഇനി അടുത്ത രാവണ വിലാപമാണ്. മകൻ മരിച്ച ദുഃഖത്തിൽ വിലപിക്കുന്ന രാവണൻ. പുത്രൻ യുദ്ധത്തിൽ മരിച്ച വാർത്തയറിഞ്ഞ് രാവണൻ ബോധം കെട്ട് തറയിലേക്ക് വീഴുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞ് എഴുന്നേറ്റിരുന്ന് വിലപിക്കുകയാണ്. അയ്യോ മോനെ, പോയല്ലോ നീ, ഹാ മണ്ടോദരി, നന്ദന, ഹാ സുകുമാര, മനോഹര, എൻ്റെ ജന്മം നിഷ്ഫലമായി പോയല്ലോ. ദേവന്മാർക്കും വിപ്രന്മാർക്കും മുനിമാർക്കും ഇന്ന് നന്നായി ഉറങ്ങാം. എൻ്റെ കർമ്മദോഷം അല്ലാതെ എന്ത് പറയാൻ? പുത്രൻ്റെ ഗുണങ്ങൾ പറഞ്ഞ് കരയുകയാണ് ഈ രാവണൻ. ഇന്ന് എൻ്റെ പുത്രൻ മരിക്കാൻ കാരണം ജാനകിയാണല്ലോ. അവളെ കൊന്ന് ഞാൻ ചോര കുടിക്കും, അല്ലാതെ എനിക്ക് എൻ്റെ സങ്കടം തീരില്ല. ഇതും പറഞ്ഞ് വാളും എടുത്ത് സീത ഇരിക്കുന്നിടത്തേക്ക് പോകാനൊരുങ്ങുകയാണ്. സീതയും എത്രയും ദയനീയമായി പേടിച്ച് രാമ എന്ന് വിളിച്ചിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രാവണൻ്റെ കൂട്ടത്തിലുള്ള നയജ്ഞനും നീതിമാനും ബുദ്ധിമാനുമായ സുപാർശ്വൻ ഓരോരോ നീതികൾ പറഞ്ഞ് രാവണനെ ഇങ്ങനെ തടഞ്ഞു നിർത്തുകയാണ്. അതായത് അങ്ങ് ബ്രഹ്മകുലത്തിലാണല്ലോ ഭവാൻ ജനിച്ചത്, അങ്ങ് വളരെ നിർമ്മലനാണെന്ന് 3 ലോകങ്ങളിലും ഉള്ളവർ സമ്മതിക്കുന്ന കാര്യമാണ്. അത് പ്രസിദ്ധമാണ്. അങ്ങയുടെ ഗുണഗണങ്ങൾ വർണ്ണിക്കാൻ ഗുഹനും അനന്തനും പോലും ആവതില്ലെന്നറിയുക. ദേവദേവേശ്വരനാണല്ലോ അങ്ങ്. ആ പൗലസ്ഥനായ കുബേരൻ്റെ സഹോദരൻ അല്ലേ അങ്ങ്? 3 ലോകങ്ങളിലുള്ളവരും വന്ദിക്കുന്നവൻ, സാമവേദങ്ങൾ അറിയുന്നവൻ, സമസ്ത വിദ്യകളുടെയും ഇരിപ്പിടം, ആ ഇന്ദ്രനെ ജയിച്ചവൻ, സകല വേദങ്ങളും അറിയുന്നവൻ, ഭാർഗവ ശിഷ്യൻ, വിനയവാൻ, അങ്ങനെ എല്ലാമുള്ള ഭവാൻ ഈ സ്ത്രീവധത്തിന് മുതിരുന്നതെന്തേ? അങ്ങ് എന്നോടുകൂടെ പോരുക, നമുക്കൊരുമിച്ച് യുദ്ധത്തിനായി പോകാം. യുദ്ധം ജയിച്ചതിന് ശേഷം നമുക്ക് ജാനകിയുടെ അടുത്തേക്ക് പോകാം. അപ്പോൾ അവൾ അങ്ങേക്ക് അധീനമാണല്ലോ, വരൂ എന്നോടൊപ്പം, ദുഃഖിക്കാതെ എന്ന് പറഞ്ഞ് ഇങ്ങനെ സുപാർശ്വൻ വിളിക്കുകയാണ്. ആ സുപാർശ്വൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ സന്തുഷ്ടനായി കുറച്ച് തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണ്. എന്നിട്ട് ആസ്ഥാന മണ്ഡപത്തിൽ ചെന്നിരുന്ന് മറ്റു മന്ത്രിമാരുമായി ആലോചിക്കുന്നു. അനന്തരം ബാക്കിയുള്ള രാക്ഷസപ്പടയുമായി യുദ്ധത്തിന് പോകുന്നു. രാമൻ്റെ നേരെ ബാണം എയ്തപ്പോൾ രാമനും തിരികെ അമ്പെയ്തു. അങ്ങനെ രാക്ഷസന്മാരെ ഒന്നൊന്നായി വീഴ്ത്തുകയാണ്. രാവണനും മുറിവേറ്റു. അങ്ങനെ ക്ഷീണിതനാവുകയാണ് രാവണൻ ക്ഷീണിതനായതുകൊണ്ട് പിൻവാങ്ങി ഗോപുരത്തിൽ ആ ലങ്കയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ രാവണൻ ഹോമം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ
ഇവിടെ അടുത്ത ഭാഗം രാവണൻ്റെ ഹോമവിഘ്നമാണ്. രാവണൻ ഇങ്ങനെ ശുക്രാചാര്യരെ കാണാനാണ് പോകുന്നത്. നേരെ അസുരന്മാരുടെ ഗുരുവാണ് ശുക്രാചാര്യർ. ആ ശുക്രാചാര്യരെ വന്ദിച്ചിട്ട് പറയുകയാണ്, അർക്കാത്മജനും സുഗ്രീവനും അർക്കാത്മജനായ സുഗ്രീവനും അർക്കാന്വയോത്ഭൂതൻ എന്ന് പറഞ്ഞാൽ സൂര്യവംശത്തിൽ ജനിച്ച ശ്രീരാമനും ആ മർക്കടന്മാരും ചേർന്ന് വാരിധി കടന്ന് ഇക്കരെ വന്ന് ലങ്കാപുരിയിൽ പ്രവേശിച്ചിട്ട് ദേവേന്ദ്രനെ വരെ ജയിച്ച എൻ്റെ മേഘനാഥനെയും മറ്റ് പ്രധാനികളെയും വധിച്ചിരിക്കുന്നു. ഞാൻ മാത്രമായി തീർന്നു ഗുരു. അവിടുത്തെ ശിഷ്യനായി ഞാൻ എന്ത് ചെയ്യട്ടെ, ഇനി എന്ത് ചെയ്യട്ടെ? ശുക്രൻ ഉപദേശിക്കുകയാണ്. നേരം നീ രഹസ്യമായ ഒരു സ്ഥലത്ത് ചെന്നിരുന്ന് പൂജ ചെയ്ത് ദേവതമാരെ പ്രസാദിപ്പിക്കുക. ഒരു ഗുഹയുണ്ടാക്കി അതിനകത്തിരുന്ന് പൂജ തുടങ്ങുക. വിഘ്നം വരാതെ പൂജ അവസാനിപ്പിച്ചാൽ അഗ്നികുണ്ഡത്തിൽ നിന്നും ബാണതൂണീര ചാപാശ്വരഥാദികൾ ഉത്ഭവിച്ചിടും. അതായത് ബാണം, തൂണീരം എന്ന് പറഞ്ഞാൽ ആവനാഴി, ചാപം, വില്ല്, അശ്വം, രഥം, അതായത് കുതിരകളോടുകൂടി രഥം ഉത്ഭവിച്ചിടും. അത്ഭുത സിദ്ധിയുള്ളവരാണ് അവരൊക്കെ. അപ്പോൾ വാനവരാൽ പോലും നിന്നെ, അതായത് ദേവന്മാരാൽ പോലും നിന്നെ ഒന്നും ചെയ്യാനാവില്ല. നീ വിജയിയായി എക്കാലവും വിളങ്ങും. ആചാര്യൻ അതിനുശേഷം മൂലമന്ത്രം ഉപദേശിക്കുകയാണ്. രാവണൻ തൻ്റെ മന്ദിരത്തിൽ തന്നെ ഗുഹയുണ്ടാക്കി പൂജ തുടങ്ങി. എല്ലാം സംഭവിച്ചിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഓരോന്നായി അടുക്കി എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് ഗോപുരവാതിലുകളെല്ലാം ബന്ധിച്ച് കാവൽക്കാരെയൊക്കെ നിർത്തി അകത്തേക്ക് ആരും പ്രവേശിക്കില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഏകാഗ്രതയോടെ ഹോമം തുടങ്ങുകയാണ്. ആ ഹോമകുണ്ഡത്തിൽ നിന്ന് ഇങ്ങനെ പുക ആകാശത്തോളം ഉയർന്നു പൊങ്ങി. ആ പുക പൊങ്ങിയപ്പോൾ ഇത് കണ്ട വിഭീഷണൻ ശ്രീരാമചന്ദ്രസ്വാമിയെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, രാവണൻ, അതായത് എൻ്റെ സഹോദരൻ ഹോമം തുടങ്ങിയിരിക്കുന്നു. ഹോമം പൂർത്തീകരിച്ചാൽ പിന്നെ അവനെ യുദ്ധത്തിൽ ജയിക്കാൻ കഴിയില്ല. അതിനാൽ മർക്കട വീരന്മാരെ അയച്ച് ഹോമം മുടക്കണം എന്ന് പറഞ്ഞു. ശ്രീരാമചന്ദ്രൻ്റെയും സുഗ്രീവൻ്റെയും ആജ്ഞ അനുസരിച്ച് മാരുതിയെയും അങ്കദൻ്റെയും നേതൃത്വത്തിൽ വാനരന്മാർ 100 കോടി പടയും ലങ്കയുടെ മതിൽ ചാടിക്കടന്ന് രാവണ മന്ദിരത്തിലെത്തി കാവൽക്കാരെ വധിച്ച് ഹോമം നടക്കുന്നിടത്ത് എത്തുകയാണ്. ആ ഹോമം നടക്കുന്നത് ഗുഹയിലായാൽ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ എവിടെ നിന്നാണ് പുക വരുന്നതെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർക്ക് പറ്റുന്നില്ല കാണാൻ. ഉടനെ നമ്മുടെ രാക്ഷസ സ്ത്രീ ഉണ്ടല്ലോ, സീതയെ ആശ്വസിപ്പിക്കുന്ന സരമ, ആ സരമ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു ഇന്ന സ്ഥലത്താണെന്ന്. അപ്പോൾ ഗുഹ അടച്ചു വച്ചിരുന്ന കല്ല് അങ്കദൻ പൊടിച്ചു കളഞ്ഞു. എന്നിട്ട് ഗുഹയ്ക്കകത്ത് ചാടിക്കയറി. ഹോമം നടത്തുന്ന ദശാനനെ, അതായത് രാവണനെ കണ്ടിട്ട് മറ്റുള്ള വാനരന്മാരെയും ഗുഹയിലേക്ക് ഇറങ്ങി വരാൻ ഇങ്ങനെ സൂചന കൊടുക്കുകയാണ്, സംജ്ഞ, ആംഗ്യം കാണിക്കുകയാണ്. കണ്ണടച്ചിരുന്ന് മന്ത്രം ജപിക്കുന്ന ആ രാവണൻ അനങ്ങുന്നില്ല. എങ്ങനെ ഈ ഹോമം പൂർത്തിയാക്കണമെന്ന ഒറ്റ വിചാരമേ ഉള്ളൂ. പക്ഷേ ഈ വാനരന്മാർ ഹോമസാമഗ്രികളെല്ലാം എടുത്തെറിഞ്ഞ് നശിപ്പിക്കുന്നു. രാവണൻ്റെ കയ്യിലിരുന്ന ഹവിസ് ഒഴിക്കാനുള്ള ആശ്രൂവം, ഹവിസ് എല്ലാം, നെയ്യെല്ലാം പിടിച്ചു പറിച്ച് നശിപ്പിക്കുന്നു. അവർ പല്ലും നഖങ്ങളും ഉപയോഗിച്ച് ഈ രാവണനെ ഉപദ്രവിക്കുന്നു. പക്ഷേ രാവണൻ്റെ ധ്യാനത്തിന് ഇളക്കമുണ്ടായില്ല. ആ സമയത്ത് അവർ മണ്ഡോദരിയെ പിടിച്ചു വലിച്ചുകൊണ്ടുവന്ന് വസ്ത്രം വലിച്ചെറിയുകയാണ്. അതായത് കഞ്ചുകം എന്ന് പറഞ്ഞാൽ മാറുമറയ്ക്കാനുള്ള സാധനമാണ്. അപ്പോൾ ആ വസ്ത്രം ഊരിക്കളഞ്ഞു പാവം മണ്ഡോദരി. ഈ മർക്കടന്മാരുടെ തല്ല്, ഇങ്ങനെ ഈ പ്രവൃത്തി കണ്ടിട്ട് തന്നെത്താൻ വിളിച്ചു പറയുകയാണ്, അതായത് ഭർത്താവ് അനങ്ങുന്നേ ഇല്ല, അപ്പോൾ ഈ മർക്കടന്മാരുടെ തല്ല് കൊള്ളുവാൻ ഞാൻ എന്ത് പാപം ചെയ്തു ദൈവമേ. രാക്ഷസേശ്വര, നോക്കൂ, അങ്ങേക്ക് ലജ്ജയില്ലേ? മാനം മറ്റാരേക്കാളും ഭവാനുണ്ടല്ലോ. അങ്ങയുടെ മുമ്പിലിട്ടല്ലേ ഇവരെന്നെ ഇങ്ങനെ അപമാനിക്കുന്നത്? എൻ്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് ഭൂമിയിലിട്ട് ഇഴയ്ക്കുന്നത് കാണുന്നില്ലേ? എന്തിനായിട്ടാണ് ഈ ഹോമവും പൂജയും എല്ലാം? എന്താണ് അങ്ങയുടെ ഉള്ളിരിപ്പ്? എനിക്കിനി ജീവിക്കണമെന്ന് അശേഷം ആഗ്രഹമില്ല. ഇങ്ങനെ അപമാനിതയായിട്ട് എൻ്റെ ദൈവമേ, എന്ത് വിധിയാണിത്? വിധിവൈഭവം എത്ര അത്ഭുതകരമാണ്! അതായത് ഈ ഭൂമിയിൽ പുരുഷന്മാരുടെ ശ്രേഷ്ഠ ധനം എന്ന് പറയുന്നതേ ഭാര്യയാണല്ലോ. ആ പുരുഷൻ്റെ മുമ്പിൽ വെച്ച്, സ്വന്തം പുരുഷൻ്റെ മുമ്പിൽ വെച്ച് ശത്രുക്കൾ വന്ന് അവൻ്റെ ഭാര്യയെ അപമാനിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നതിലും ഭേദം മൃത്യു തന്നെയാണല്ലോ. ഈ അങ്ങക്ക് നാണവുമില്ല, മാനവുമില്ല, പത്നിയും വേണ്ട. പ്രാണഭയത്തോടെ ഓടി ഒളിക്കുന്ന ഈ മഹാഖലൻ, മൂഢൻ മണ്ഡോദരി ഇങ്ങനെ ഇപ്രകാരം വിലപിച്ചപ്പോൾ രാവണൻ വാളോങ്ങിക്കൊണ്ട് അങ്കദൻ്റെ നേരെ ചാടിയെടുത്തു. ആ രാവണൻ ചാടി എഴുന്നേറ്റതും അങ്കദൻ മണ്ഡോദരിയെ വിട്ടിട്ട്
ബാക്കി എല്ലാ വാനരന്മാരുമായിട്ട് ആർത്ത് വിളിച്ചോടിപ്പോയി ശ്രീരാമസന്നിധിയിലെത്തി നമസ്കരിച്ചിട്ട് തുടങ്ങി ഹോമം മുടങ്ങി എന്ന് പറഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി. രാവണൻ മണ്ഡോദരിയോട് ദയനീയമായി പറയുകയാണ്, നാഥേ, ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ എന്താണോ ഈശ്വരൻ കൽപ്പിച്ചത് അതെല്ലാം അനുഭവിക്കണം. ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നതും അതാണ്. ജ്ഞാനത്തെ ആശ്രയിക്കൂ. ജ്ഞാനമില്ലാത്ത അവസ്ഥയിലാണ് ഈ ശോകം വരുന്നത്. ശോകം വെടിയൂ. അജ്ഞാനത്തിൽ നിന്നാണ് ശോകം, അഹങ്കാരം എല്ലാം സംജാതമാകുന്നത്. നമ്മുടെ ഈ ശരീരം അത് നശിച്ചു പോകും. ആ ദേഹം കാരണമാണ് മറ്റ് സാംസാരിക ബന്ധങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ശോകം, ക്രോധം, ലോഭം, മോഹം, രാഗം, ഹർഷം, ജര, മൃത്യു, ജന്മം, ഇങ്ങനെ ഇവയെല്ലാം എല്ലാ ജീവജാലങ്ങൾക്കും അജ്ഞാനത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അജ്ഞാനമാകുന്നതിനെ അകലക്കളഞ്ഞിട്ട് ജ്ഞാനസ്വരൂപനായ, ഒന്നിനോടും സംയോഗമോ വിയോഗമോ ഇല്ലാത്ത, നിസ്പൃഹനായ, നിരാകാരനായ, നിർവികാരനായ, നിർഗുണനായ ആ പരമാനന്ദ സ്വരൂപത്തെ തൻ്റെ ആത്മസ്വരൂപമായി കണ്ട് ശോകമകറ്റി ആ പരമാനന്ദ സ്വരൂപത്തെ ധ്യാനിക്കൂ. പ്രിയേ, ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും വധിച്ചിട്ട് ഉടനെ മടങ്ങിയെത്തും. അല്ല എങ്കിൽ ആ രാമൻ്റെ ബാണമേറ്റ്, അതായത് രാമബാണമേറ്റ് മോക്ഷം കൈവരിക്കുമെന്ന് കരുതിക്കൊള്ളുക. എന്നെ രാമൻ കൊല്ലുകയാണെങ്കിൽ നീ ഒന്ന് ചെയ്യണം. സീതയെയും വധിച്ചിട്ട് എന്നോടുകൂടെ അഗ്നിയിൽ പതിച്ച് നീയും എൻ്റെ കൂടെ വന്നോളൂ. മണ്ഡോദരി ഇത് കേട്ട് വളരെ ദുഃഖത്തോടെ, നാഥ, രാവണനെ ജയിക്കാൻ ഈ 3 ലോകത്തിലും ആരുമില്ലെന്നറിയുക. ശ്രീരാമനായത് സാക്ഷാൽ നാരായണൻ ശ്രീ മഹാവിഷ്ണുവാണ് എന്നറിയുക. ആ ദേവൻ മകരാവതാരമെടുത്ത് വൈവസ്വത മനുവിനെ രക്ഷിച്ചു. ആ ജഗദീശ്വരൻ 1,00,000 യോജന വിസ്താരമുള്ള കൂർമ്മമായി അവതരിച്ച് പാലാഴി മഥനം നടന്ന സമയം മന്ദരപർവ്വതത്തെ തൻ്റെ പുറത്ത് വഹിച്ചു. പന്നിയായി പണ്ട് ഹിരണ്യാക്ഷനെ കൊന്ന് മന്നിടം തൻ്റെ തേറ്റമേൽ വെച്ച് പൊന്തിച്ചതും ഘോരനായ ഹിരണ്യകശിപുവിൻ്റെ മാറിടം നരസിംഹമായി വന്ന് നഖം കൊണ്ട് മാന്തിക്കീറി, അതായത് മാറിടം പിളർന്നതും, വാമന രൂപത്തിൽ 3 അടി മണ്ണ് മഹാബലിയോട് യാചിച്ചിട്ട് 3 ലോകങ്ങളും 2 അടിയാക്കി അളന്നെടുത്തതും, ക്ഷത്രിയ ജന്മമെടുത്തു വന്ന അസുരാംശങ്ങളായ രാജാക്കന്മാരെ, അതായത് ക്ഷത്രിയ രാജാക്കന്മാരെ 21 പ്രാവശ്യം യുദ്ധത്തിൽ വധിക്കുന്നതിനായി ജമദഗ്നിപുത്രനായി രാമനാമത്തെ ധരിച്ചതും ഈ രാമകുമാരൻ തന്നെ, ഈ ദാശരഥിയായ രാമൻ തന്നെ. ഇപ്പോൾ മാർത്താണ്ഡ വംശത്തിൽ, അതായത് ദശരഥപുത്രനായി ഈ ഭൂമിയിൽ വന്ന് മനുഷ്യനായി പിറന്നതും അങ്ങയെ വധിക്കാനായി തന്നെ. അത് തിരിച്ചറിയുക. പുത്രനാശത്തിനും അതുപോലെ തന്നെ അങ്ങയുടെ മൃത്യുവിനും അതുപോലെ വംശനാശത്തിനും കാരണമായിട്ടാണ് അങ്ങ് അവൻ്റെ ഭാര്യയെ അപഹരിച്ചിരിക്കുന്നത്. ലജ്ജയില്ലാത്തവനായ മൂഢനായ അങ്ങയുടെ പ്രവൃത്തികൾ കാരണം അതിൻ്റെ അനന്തരഫലങ്ങളാണ് ഇതെല്ലാം. വൈദേഹിയെ രാമന് കൊടുത്തിടുക, രാജ്യം സഹോദരന് നൽകുക. രാമൻ കരുണാകരനാണ്, ദയാനിധിയാണ്. അതുപോലെ തന്നെ നമുക്ക് 2 പേർക്കും കാനനത്തിൽ പോയി ശിഷ്ടകാലം തപസ് ചെയ്യാം. രാവണൻ പറയുകയാണെന്നേരം, പുത്രന്മാരെയും ബന്ധുക്കളെയും മന്ത്രിമാരെയും മറ്റു വേണ്ടപ്പെട്ട എല്ലാവരെയും നഷ്ടപ്പെട്ടിട്ട് ഞാൻ ഏകനായി ജീവിച്ചിരിക്കുക എന്നുള്ളതും ഭംഗിയല്ലടോ. വിചാരിക്കുന്നവണ്ണം ഒന്നും സംഭവിക്കുകയില്ല. നമ്മൾ എന്ത് വിചാരിക്കുന്നുവോ അത് സംഭവിക്കണമെന്നേ ഇല്ല. രാഘവനോട് എതിർത്ത് വൈകുണ്ഠരാജ്യത്തിൽ പോയി ചേരുന്നതാണ് ഉത്തമം. രാവണൻ അങ്ങനെ ശ്രീരാമവാദങ്ങളിൽ ചേരുവാൻ ഉറച്ചു നിൽക്കുന്നിടത്ത് നമുക്ക് ഇന്നത്തെ കഥ അവസാനിപ്പിക്കാം. നാളെ രാവണ യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. എക്കാലത്തെയും ഭയാനകമായ സംഘർഷങ്ങളിലൊന്ന് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധം. നമുക്ക് നാളേക്കായി കാത്തിരിക്കാം. ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ തൃപ്പാദങ്ങളിൽ നമ്മെ എല്ലാവരെയും സമർപ്പിക്കാം. സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് മനഃശക്തി ഉണ്ടാകട്ടെ. വിപത്തുകളും സംഘർഷങ്ങളെയും അതിജീവിച്ചിട്ട് അതിജീവിക്കാനുള്ള, സമാധാനപരമായി അതിജീവിക്കാൻ കഴിവുണ്ടാകട്ടെ. ഭഗവാൻ നമ്മെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് എപ്പോഴും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.